അല്ല നീ എന്ത് പോക്കാ പോയത്? എന്നാണ് എൻ്റെ പെണ്ണിനൊക്കെ പോകുമ്പോൾ ഭയങ്കര പനി. പിന്നെ എന്നാലും ഒരാഴ്ചയായി പോയിട്ട് പിന്നെ പണിക്കാറുണ്ടേ. അതുകൊണ്ട് കുറച്ച് ദിവസം മോള് ഒറ്റക്കല്ലേ ഉള്ളൂ. അനക്ക് എന്തോ പോലെ എന്നുവെച്ചാൽ നമ്മള് രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. എന്റെ മോള് പറഞ്ഞു എനിക്ക് ഓമനേച്ചി വിളിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. നമ്പർ ഉണ്ടാ? അല്ല ഏച്ചിയുടെ അടുത്തുമേരടിക്കില്ലേ നമ്പർ വരയ്ക്ക് എല്ലാം വിളിച്ചുകൂടെ ഓമനേച്ചിക്ക്? തരണ്ടേ? ഞാൻ ചോദിച്ചുകൂടെ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മപ്പ അമ്മേനെ ഓർമ്മയൊന്നും ഇല്ല അവർക്ക്. അല്ലെ കനികേച്ചി വിളിച്ചു വരിക്കാ എന്നെല്ലാം എന്റെ മോള് ചോദിച്ചു പറഞ്ഞിന്. അതന്നെയാ ഞാനും പറഞ്ഞു. പണിക്കാറില്ലോണ്ട് ഞാൻ വെച്ച് 2 ദിവസത്തോളം സഹായിക്കാം. ഒന്നും കയ്യില പഞ്ചിട്ട് എന്നാലും കല്യാണത്തിന് സദ്യ എന്നാണ്. സാമ്പാർ മതിർത്തിട്ടണേ എന്നാന്ന് അതിലിട്ട് ബെല്ലങ്ങാനും ഓർമ്മയില്ലാണ്ട് നാരങ്ങയുടെ ഇട്ടത് അതിലിട്ട് പോയിരാമോ? ആരിക്കറിയാൻ മതിർക്കുന്നുണ്ട്. ഞാനങ്ങനെ വാരിയിട്ട് ഒരു അരിയിൽ വെക്കും. ഞാനും അങ്ങനെ കൂട്ടിയിട്ടൊന്നുമില്ല. അവിടെ ഒരു ഗുണവും മണമില്ല. ഞാൻ കുടിച്ചേ ഇല്ല. 2 പച്ചടി കൂട്ടിട്ട്. പച്ചടി നല്ല രസം. നാരങ്ങയും കൂട്ടിയിട്ട് ലേശം കഴിക്കും. അതെല്ലേ? അതേ രസം. ഇതെന്തെങ്കിലും ഉറങ്ങുന്നേ? കല്യാണത്തിന് പോയിട്ടാ? നാലോളം വെള്ളം എടുത്തിട്ടുണ്ടാവൂ. വെള്ളം പണിക്കാർക്കെല്ലാം വയ്യ തരുന്നു. വെള്ളമൊന്നുമില്ല. അതിലിടക്ക് നോക്കാറ് ഒരുപാടുണ്ട്. അവർക്ക് തേച്ചും വെള്ളം കൊടുത്തു തരുന്നു. ആരാ കൊടുക്കണമോ? പിന്നെ നോക്കുമ്പോ എന്തെങ്കിലും സദ്യല്ലോ. സദ്യ സാമ്പാർ മതിർത്തിട്ട് കൂട്ടാൻ കഴിഞ്ഞിട്ടാ? ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ കൊടുക്കും. അന്ന സംഭവം അത് സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ ആടുന്ന് നമ്മളെ ഇങ്ങോട്ട് നീങ്ങിയെടുക്കുന്നു. 3-4 ബാല്യക്കാർ അടങ്ങി വന്നു. അപ്പൊ വേനക്കാരൻ പറഞ്ഞു സാമ്പാർ പ്രഥമം മാറ്റാൻ പറഞ്ഞു. പ്രഥമം മുക്കി മാറ്റണം. ഇളക്കാൻ കഴിഞ്ഞില്ല അവൻ. ഇവര് മുക്കി മാറ്റി സാമ്പാറിലേക്ക് 3 പാട്ട് പ്രഥമം മുക്കിയിട്ട് സാമ്പാറിലേക്ക് വെച്ചു. നിങ്ങൾക്ക് വെള്ളമൊന്നും കിട്ടിയില്ലേ? പിന്നെന്തെങ്കിലും ചെയ്യാൻ കഴിയായിട്ട് വയ്യെന്ന് വേനക്കാരൻ പറഞ്ഞ് അങ്ങനെ പോട്ട് നമ്മള് കൂട്ടി നോക്കി. ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊന്നും കഴിച്ചില്ല. എന്തൊരു മധുരാന്ന് എന്നിട്ട് പറഞ്ഞു നമ്മളോട് പറഞ്ഞു വെള്ളം നിങ്ങൾക്ക് പരിപാടി കഴിച്ചിട്ടാണ്. എന്ത് വെള്ളോ? ഈ വെള്ളം നിർത്തണം കേട്ടാ. ഈ പാവപ്പെട്ടവരെല്ലാം കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെ വെള്ളം വെള്ളം വേണം. എന്നാലും ആളുണ്ടാവും. പായസം സാമ്പാറിൽ വീണത് ആള് കൂട്ടിയിട്ടേ കൂട്ടിയതിന് പറ്റാറില്ല. പിന്നെ കൊടുത്താ പിന്നെ വിശക്കുന്ന സമയത്ത് ഭദ്രം നോക്കൂലല്ലോ. അങ്ങ് വായിക്കുന്നു എന്നല്ലാണ്ട് ഇനി നിങ്ങൾക്ക് ഒരു പോണ്ടേന്നാലേ ബാക്കിയില്ല വഴിയില് ഒരേ സിഗരറ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാവും. നമുക്ക് വൈകുന്നേരം ഉണ്ടാവും. നിൽക്കണ്ടേ? അങ്ങനെ കുടിക്കണ്ട. കല്യാണ സ്ഥലത്ത് ഏത് സ്ഥലത്ത് പോയാലും കുടിക്കാൻ നിൽക്കണ്ട. പാടില്ല. കുടിക്കരുത്. എന്തിനാന്ന് അത് അവരോട് പറയണം വെള്ളം കൊണ്ടുവരുന്ന്. വെള്ളം അവര് കൊടുക്കില്ല. പിന്നെ ആരിലും കൊണ്ടുവന്നിട്ട് കുടിക്കുന്നതല്ലേ? കല്യാണ വീട്ടിൽ നിന്ന് കൊടുക്കും. കല്യാണ വീട്ടിൽ നിന്ന് അങ്ങനെ വെള്ളം നിർത്തണം. ബാഗിന്ന് കുടിക്കുന്നതിന്റെ അതിന് ഞാനും പോയി നോക്കി. അയ്യോ ഇവര് കാമാന്ന് ഒരു നിങ്ങളെ കളിക്ക് വിടുന്നില്ല. എന്താ എന്നപ്പോ പണിയെല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും മുഴുക്കാൻ വന്ന മലക്കാർ ഇല്ല. കുടിക്കാനാകുമ്പോഴത്തേക്ക് ആളുണ്ട് അല്ലേ? അങ്ങനെ ആളുണ്ടാവും. അപ്പോഴൊക്കെ ഒരു കരണ്ട് പോക്കും. അല്ല ഈ വെള്ളം കുടിച്ച് ഇതായ ആ തരത്തിന് പ്രഥമം പോയി കുടിക്കുന്നതിന് കാണൂലല്ല. എന്നിട്ട് നമുക്കിപ്പോ ഇച്ചിരി ഉള്ള ഒരു ഗ്ലാസിന്റെ അപ്പ് അതന്നെ കുടിക്കാൻ കഴിയുന്നില്ല മധുരം കൊണ്ട്. അടിപൊളി പ്രഥമനാണ്. നല്ല അടിപൊളിയാ.